ഈ ഗാർഡിയൻ വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് കോടതിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും ഈ കുട്ടികളുടെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ? അപ്പോൾ ഈ പറയുന്ന ഡിവോഴ്സ് അല്ലാണ്ട് മറ്റെന്ത് ഓപ്ഷനാണ്? ഡിവോഴ്സ് അല്ലാണ്ട് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ലീഗലി സെപ്പറേറ്റഡ് ആവുന്നു, അവർക്ക് വേറെ കല്യാണം കഴിക്കാം. പക്ഷേ പലരും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും അവർ ചെയ്യാറുണ്ട്. ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേറെ കല്യാണം കഴിക്കാൻ ഓപ്ഷനില്ല, പക്ഷെ അവർ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു ജുഡീഷ്യൽ സെപ്പറേഷൻ, പക്ഷേ പലരും ഓപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അവർക്കിപ്പോൾ തിരിച്ച് വീണ്ടും അവർക്ക് ഒരുമിച്ച് താമസിക്കാം. ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ് ഇപ്പം ഏറ്റവും കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫിനും ഒരുമിച്ച് താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഒരേ കുടക്കീഴിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ജുഡീഷ്യൽ സെപ്പറേഷൻ വെച്ചിട്ട് അവർക്ക് മക്കളുടെ കാര്യങ്ങൾ അവർ ഒരുമിച്ച് നോക്കുന്ന. മാഡം ഇപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയങ്ങളുണ്ടല്ലോ, ഈ വിഷയങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ജുഡീഷ്യൽ അതാകുമ്പോഴത്തേക്കും ഇങ്ങനെ കോടതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതൊരു ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇൻസൈറ്റിലാണ് ഈ പറയുന്ന ഡിവോഴ്സിലേക്ക് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് അവർ സഫർ ചെയ്തിട്ടായിരിക്കും അവരൊരു അഡ്വക്കേറ്റിനെ കാണാൻ വരുന്നത്. അപ്പോൾ ആദ്യം ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നമ്മൾ ആദ്യം അവർ പറയുന്ന പേഷ്യൻസോടുകൂടി കേട്ടിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഈ പേഷ്യൻസോടുകൂടി കേൾക്കുമ്പോൾ തന്നെ അവർ നമ്മളുടെ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടാന്നും പറഞ്ഞ് വരുന്നതാണ്. വേണ്ടാന്നും പറഞ്ഞ് വരുന്ന നമ്മളോട് നമ്മളില്ല നിങ്ങൾ യോജിച്ചു പോകണമെന്ന് പറയാൻ അല്ല നമ്മളവിടെ ഇരിക്കുന്നത്. ശരി, അവർ പറയുന്ന കേട്ടിട്ട് നമ്മളൊരു കറക്റ്റ് സൊല്യൂഷൻ, അതായത് മാഡം പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അച്ഛൻ മാത്രമല്ല അമ്മയാണെങ്കിലും മാനസിക പ്രശ്നമുള്ളവരുടെ ഇടയിലായിരിക്കും ഈ കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അവർക്ക് ഇനി കുഞ്ഞുങ്ങൾ സഫർ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ അടുത്തൊരു അഡ്വൈസ് അത് അവർക്ക് ഭയങ്കര ആശ്വാസകരമായിരിക്കും. ഡിവോഴ്സിന് ശേഷം ഈ കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണോ? എന്തായിരിക്കും അവരുടെ ഒരു ആക്ച്വലി അവർ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരിക്കുമ്പോൾ ഉള്ള കുഞ്ഞിൻ്റെ സന്തോഷമാണോ, ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഗാർഡിയൻഷിപ്പ് ആക്ടിൽ തന്നെ പറയുന്നത് വെച്ചാൽ വെൽഫെയർ ഓഫ് ദി ചൈൽഡ് നമ്മൾ നോക്കണം. കോടതി, അതായത് ബഹുമാനപ്പെട്ട കോടതി എപ്പോഴും കുഞ്ഞുങ്ങളുടെ വെൽഫെയർ മാത്രമേ ചിന്തിച്ചിട്ടൊരു ഓർഡർ എഴുതുമ്പോൾ കുഞ്ഞ് ഹാപ്പിയാണോ ആ ഒരു ഓർഡർ മാത്രമേ, കുഞ്ഞിനോട് പേഴ്സണലി സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയാണ് നമുക്കുള്ളത്. കുഞ്ഞിൻ്റെ വെൽഫെയർ നോക്കി കുഞ്ഞിൻ്റെ സന്തോഷം നോക്കിയേ കോടതി തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞ് എവിടെയാണ് സന്തോഷം, അച്ഛൻ്റെ കൂടെയാണ് സന്തോഷം എന്ന് കോടതിക്ക് മനസ്സിലായാൽ അച്ഛൻ്റെ കൂടെ വിടും, അമ്മയുടെ കൂടെയാണ് സന്തോഷമാണെന്ന് തോന്നിയാൽ അമ്മയുടെ കൂടെ വിടും. അതാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്തും ഈ കുട്ടികളുടെ മെന്റൽ സ്റ്റേജിന് കുറച്ച് പ്രശ്നങ്ങൾ വരാറില്ലേ? മെന്റൽ സ്റ്റേജിന് പ്രശ്നം അങ്ങനെ ഒരു കോടതിക്ക് അങ്ങനെ തോന്നുകയാണ്, മെന്റൽ സ്റ്റേജിന് പ്രശ്നം വരുവാണെന്ന് തോന്നുകയാണെങ്കിൽ കോടതി അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻസ് ഓർഡറിൽ കോടതിക്ക് അത് മനസ്സിലാവും. നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഡിസോർഡർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ചില മാനസിക രോഗാവസ്ഥയിൽ അതികഠിനമായ വിഷാദം അല്ലെങ്കിൽ ചില പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അവർ സൂയിസൈഡിൻ്റെ കുറേ ജസ്റ്റേഴ്സ് കാണിക്കും, അപകടത്തിൽ സൂയിസൈഡായി പോകും. ഓക്കെ, അപ്പം അത് മറ്റു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ സൂയിസൈഡ് എന്നുള്ള സംഭവം വരുന്നത്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപ്രഷനാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചുമ്മാ കൈയൊക്കെ മുറിക്കുക, അപ്പോൾ ചാവണമെന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലിരിക്കുന്ന ലോഷൻസോ അതൊക്കെ എടുത്തങ്ങ് കുടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ജസ്റ്റേഴ്സ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഇന്നർ പെയിനുണ്ട്. അപ്പോൾ ആ പെയിൻ എന്താണെന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ടിയുള്ള സൈക്കോതെറാപ്പിയോ അതിനോടൊപ്പം ചിലപ്പോൾ ചികിത്സയൊക്കെ വേണമെങ്കിൽ അതുമൊക്കെ നമ്മൾ കൊടുത്താൽ നമുക്ക് ഈ സൂയിസൈഡലിൻ്റെ ഇഷ്യൂസൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. പിന്നെ ചില ആൾക്കാരുണ്ട് ഹൈലി ഇമ്പൾസീവ് ആയിരിക്കും, മറ്റൊരാളിനെ തോൽപ്പിക്കണം. ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുന്നു,
ഓക്കെ, ജീവിതം എല്ലാം കൈവിട്ടു, അഫെയറിലായ ആളും കൈവിട്ടു. കാര്യം ഹസ്ബൻഡ് അറിഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, ഇനി എല്ലാവരും അറിഞ്ഞു. ഇപ്പം സ്നേഹിച്ച ആളും തന്നെ കൈവിട്ടു. അപ്പം നമ്മുടെ മുമ്പിൽ പ്രതീക്ഷകളൊന്നുമില്ല. അവരെ മുമ്പിൽ പിന്നെ ഉള്ളത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഇനി കാണാൻ താല്പര്യമില്ല, ഇനി എൻ്റെ മുന്നിലോട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലും ഇമ്പൾസീവായിട്ട് സൂയിസൈഡിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡിവോഴ്സിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഈ പറയുന്ന സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്തവർ അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് പേടി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു വരാറുണ്ടോ? അതായത് എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് അല്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യണം ബിക്കോസ് പുള്ളിക്കാരന് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം സൂയിസൈഡ് ഒരിക്കലും ഒരു മെൻ്റൽ ഇൽനെസ് അല്ല. സൂയിസൈഡ് മെൻ്റൽ ഇൽനെസ് ഉള്ളവരെ സൂയിസൈഡിലോട്ട് നയിക്കുന്നതാണ്. അതെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം ഈ പെൺകുട്ടി അനുഭവിച്ചു, അല്ലെങ്കിൽ ഈ ആൺകുട്ടി ഈ പെൺകുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിൽ എന്തുമാത്രം അനുഭവിച്ചു, ഇനി എന്തുമാത്രം ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനത്തെ ആ ഗ്രാവിറ്റി അതിൻ്റെ വോളിയൊക്കെ വെച്ചിട്ടാണ് ക്രൂവൽറ്റിയുടെ ഒരു കണ്ടൻറ്റ് സൂയിസൈഡായിട്ട് നമുക്ക് അത് ഒരിക്കലും സൂയിസൈഡ് ഒരു മെയിൻ റീസൺ അല്ല, ഒരു ഗ്രൗണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് പലർക്കും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയുണ്ട് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളത്, അതായത് അത് ഒരു മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഗ്രൗണ്ടാക്കി എടുത്ത് അത് ചെയ്യാമെന്നുള്ളത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അത് കാര്യങ്ങൾ അത് എവിഡൻസിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് അതിന് ഈ പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്തുമാത്രം അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും അനുഭവിച്ച പെയിൻ അതിൻ്റെ വോള്യൂം അനുസരിച്ചിട്ടാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. ഈ റിലേഷൻഷിപ്സ് വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പലരും സ്റ്റാർട്ടിങ്ങിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാൻഡ് ചെയ്ത ശേഷമായിരിക്കും അതിനൊരു മാരേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ സെക്ഷുവൽ ഇൻ്റർകോഴ്സസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? അപ്പം ഡിവോഴ്സിലേക്ക് എത്തുന്ന സമയത്ത് വെദർ ഇറ്റ് ഈസ് എ ഫാക്ടർ? സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ഒരു മെയിൻ റീസൺ ആണ്, മിക്കവാറും പറയാതെ വരുന്നൊരു റീസൺ. സെക്ഷുവലി ഹാപ്പി ആണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മാഡത്തിന് ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് 5 വർഷവും 6 വർഷവും ഒക്കെ ആയിട്ട് പോലും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ വരുന്ന ആൾക്കാർ. അപ്പോൾ സെക്സ് എന്ന് പറയുന്നതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇന്നിപ്പം നമ്മൾ കാണുന്ന എന്താണ്, ഒന്ന് ലേറ്റ് ആയിരിക്കാം കല്യാണം കഴിക്കുന്നത്, പിന്നെ മാഡം നേരത്തെ പറഞ്ഞ ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും തിരക്കാണ്. പിന്നെ നമുക്കാണെങ്കിൽ സമയമില്ല, യൂട്യൂബിലൊക്കെ ഇങ്ങനെ മൾട്ടിപ്പിൾ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നോക്കി തീരാൻ സമയമില്ല, വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ലേറ്റായിട്ട് കിടക്കാൻ പോകുന്നു, താമസിച്ച് എണീക്കുന്നു, നമ്മൾ മെൻ്റലി നമ്മൾ ടയേർഡ് ആവുന്നു, അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാവണമെന്നുള്ളൊരു പ്രോസസ്സ് വരുമ്പം ഇൻഫെർട്ടിലിറ്റി റേറ്റ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടുന്നു. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ മസ്റ്റായിട്ട് സെക്ഷലി റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഉണ്ടാവുന്നത്. ലവ് ഉണ്ടാവും, ഇമോഷൻ ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് സെക്സ്. അങ്ങനെ വരുന്ന സമയത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കേസസ് ആണ് നമ്മളിപ്പം കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മാരേജ് ഡിസ്പ്യൂട്ടിലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റിമസി ഇല്ലായ്മ ഭയങ്കര റീസണാണ്. പിന്നെ ഒരു കാര്യം വൃത്തിയില്ലായ്മ. ഇപ്പം ഞാൻ കാണുന്ന മിക്ക കേസിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു കൊടുത്തതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഇവർ കണ്ട യൂട്യൂബിലുള്ള എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ കിട്ടിയിട്ട് ഭാഗമായിട്ട് കുളിക്കില്ല, തല നനയ്ക്കൂല, മനസ്സിലായി. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പാർട്ണറിന് ഇഷ്ടപ്പെടില്ല. ഈ IT ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർ ചില കേസ് ഞാൻ കണ്ടത് ഒരേ ടീഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ദിവസങ്ങളോളം അവർ വർക്ക് ഫ്രം ഹോം ആയിട്ട് സിസ്റ്റത്തിൻ്റെ മുമ്പേ ഇരിക്കും. അപ്പം മറ്റേ പാർട്ണറിന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നീറ്റ്നെസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.